അപമാനിച്ചവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇതിലൂടെ ഇന്ന് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഘടകകക്ഷിയല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ സീറ്റ് കിട്ടും? തീർച്ചയായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റിലൊക്കെ ഏതായാലും മാന്യമായി ഞങ്ങളെ ഇപ്പൊ എവിടെയൊന്നുമില്ല. കേരള സംസ്ഥാനത്ത് എവിടെ മത്സരിക്കാൻ എൻ ഡി എ പറഞ്ഞാൽ അവിടെ മത്സരിക്കും. മോൻസേനെ മത്സരിക്കാൻ അവരവിടെ മത്സരിക്കും. യാതൊരു സംശയമില്ല, ഒരു ഭയമില്ല. മോൻസേനയിൽ ആർക്കെതിരെ മത്സരിക്കുന്നത് ഭയമില്ല. ഭയം രാഷ്ട്രീയത്തിൽ എനിക്കില്ല. അത്രയാണ്. ഞാൻ എൻ ഡി എയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചെങ്കിൽ എൻ ഡി എക്കൊപ്പം ശക്തമായി തന്നെ ഇവിടെ കാണും. എൻ ഡി എയോടൊപ്പം പൂർണ്ണമായി ഉണ്ടായി. അടുത്ത തെരഞ്ഞെടുപ്പുകളല്ല, പൂർണ്ണമായി തന്നെ എൻ ഡി എക്കൊപ്പം ഞാൻ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച എൻ ഡി എ താൽക്കാലികമാണോ? താൽക്കാലികമല്ല എൻ ഡി എ. ഞാൻ ഇതുവരെ പ്രവർത്തിച്ച യു ഡി എഫ് മാത്രമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടി ഇതിന് മാറിയിട്ടില്ല. ഞാൻ യു ഡി എഫിനൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ യു ഡി എഫിന് ഇപ്പോഴത്തെ വഴിവിട്ട പോക്ക് ചില നേതാക്കന്മാരുടെ മാത്രം അല്ലെങ്കിൽ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിൻ്റെ മോൻസ് ജോസഫിൻ്റെ നിയന്ത്രണത്തിൽ ആ പാർട്ടി മോൻസ് ജോസഫിൻ്റെ അടിമയായി പോയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ രാഷ്ട്രീയത്തിൽ ഇല്ലാതാക്കാനുള്ള ചില ആളുകളുടെ ചിന്തയാണ്. അവർക്ക് എന്നത് ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അഭയം നൽകാൻ എന്ന് പറഞ്ഞാൽ മാന്യമായ പൊതുപ്രവർത്തനം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയതിനാൽ ഞങ്ങളെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കാനാണ് എൻ ഡി എ ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളാരും പെരുവഴിയിലാകില്ല. അത് ബി ജെ പിയുടെ പ്രസിഡന്റ് അദ്ദേഹം വളരെ ശക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് വരും. ശക്തമായ പ്രതിപക്ഷമായി ഇപ്പോൾ തന്നെ എൻ ഡി എ തുടരും. ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നത്, ഇടതുപക്ഷവും. അപ്പോൾ ആ ഇന്ത്യ മുന്നണിക്കെതിരെ ശക്തമായ എൻ ഡി എയുടെ ഒരു കടന്നുകയറ്റം, മുന്നേറ്റം വരും ദിവസങ്ങളിൽ ഈ കേരളത്തിലുണ്ടാവും. അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി ഞങ്ങളും എൻ ഡി എക്കൊപ്പം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. വലിയ ആഘോഷത്തോടുകൂടിയാണ് പാർട്ടി പ്രവർത്തകർ